നമസ്കാരം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ലോകമെമ്പാടും ലെനിന്റെ പ്രതിമകൾ ഒന്നൊന്നായി നിലംപൊത്തിയ ചരിത്രത്തിന് സമാനമായ ഒരു പതനത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പിണറായിസം തകർന്നടിയുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പരാജയമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി മുതിർന്ന നേതാക്കളോടും ജനങ്ങളോടും കാട്ടിയ ചതിയുടെയും അഹങ്കാരത്തിൻ്റെയും പരിസമാപ്തിയാണ്. പാർട്ടി കെട്ടിപ്പടുത്ത ജനകീയ നേതാക്കളെ മരണാനന്തരവും അപമാനിച്ച പിണറായി ഗോവിന്ദൻ അച്ചുതണ്ടിന് കേരളം നൽകിയ മറുപടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറുന്നു. CPM-ന്റെ അടിത്തറ ഇളകിയതിന് പിന്നിലെ പ്രധാന കാരണം പാർട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടതാണെന്ന് ഈ ജനവിധി വ്യക്തമാക്കുന്നു. ജനകീയതയുടെ പര്യായമായിരുന്ന VS അച്യുതാനന്ദന്റെ അന്ത്യയാത്രയിൽ പോലും സഖാക്കളെ ബസ്സിനുള്ളിൽ കയറ്റാതെ തടഞ്ഞതും, പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയതന്ത്രജ്ഞതയോടെ കൂടെ നിന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം AKG സെന്ററിൽ പൊതുദർശനത്തിന് വെക്കാതിരുന്നതും അണികൾക്കിടയിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയത്. ഈ രണ്ട് മഹാരഥന്മാരോടും പിണറായി വിജയനും MV ഗോവിന്ദനും കാട്ടിയത് ചരിത്രം മാപ്പ് നൽകാത്ത വമ്പൻ ചതിയായിരുന്നു. ഈ നേതാക്കൾ പകർന്നു നൽകിയ ഊർജ്ജവും സ്നേഹവും ഇല്ലാതായതോടെ പാർട്ടി സംവിധാനം കേവലം ഒരു കോർപ്പറേറ്റ് കമ്പനിയായി അധപതിച്ചു. മരണശേഷം പോലും നേതാക്കളെ അവഗണിച്ച നേതൃത്വത്തിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉയർന്നു വന്നതാണ് UDF തരംഗത്തിന് കരുത്തേകിയത്. കോടിയേരിയുടെ നയതന്ത്രജ്ഞതയും VS-ന്റെ ജനകീയ പോരാട്ട വീര്യവും ഇല്ലാതായതോടെ പാർട്ടി അണികൾ അനാഥരായി. ആ വിടവിലേക്ക് ധിക്കാരവും ധാർഷ്ട്യവും പ്രതിഷ്ഠിച്ച പിണറായി വിജയനെ ജനങ്ങൾ തിരസ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും വൻതോതിൽ വോട്ട് ചോർന്നത് പിണറായിസത്തിന്റെ അന്ത്യം എത്രത്തോളം ദയനീയമാണെന്ന് കാട്ടിത്തരുന്നു. സ്വന്തം തട്ടകത്തിൽ പോലും വോട്ടർമാരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ സംസ്ഥാനം ഭരിക്കാനാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ ലെനിന്റെ പ്രതിമകൾ തകർക്കപ്പെട്ടതുപോലെ പിണറായി വിജയൻ എന്ന ബിംബവും കേരള രാഷ്ട്രീയത്തിൽ തകർന്നടിയുകയാണ്. പാർട്ടിയെ കുടുംബസ്വത്താക്കി മാറ്റാനും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനും നോക്കിയ MV ഗോവിന്ദന്റെ സകല തന്ത്രങ്ങളും ജനങ്ങളുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. വിശ്വാസികളെയും സാധാരണക്കാരെയും ഒരുപോലെ വഞ്ചിച്ച ഈ ഭരണകൂടം ഇനി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും. കമ്മ്യൂണിസത്തിന്റെ തകർച്ച പൂർണ്ണമാകുമ്പോൾ അഹങ്കാരത്തിന് മേലെ ജനാധിപത്യം നേടിയ വൻ വിജയമായി ഈ ഫലം എന്നും ഓർമ്മിക്കപ്പെടും. കേരളം ഇനി ഒരു പുതിയൊരു പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച UDF തരംഗം കേവലം ഒരു ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് CPM-നുള്ളിലെ ഏകാധിപത്യത്തിനും ചതിക്കുമെതിരെയുള്ള സഖാക്കളുടെ തന്നെ നിശബ്ദ വിപ്ലവമാണ്. പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ച മഹാരഥന്മാരായ VS അച്യുതാനന്ദന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും കുടുംബങ്ങളെ പോലും മറന്ന നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള കനത്ത പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. VS അച്യുതാനന്ദന്റെ മകനെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയത് VS അനുകൂലികളായ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിച്ചു. മലമ്പുഴയിൽ VS-ന്റെ മകന് സീറ്റ് നൽകിയാൽ മത്സരിക്കാനില്ലെന്ന് A സുരേഷിനെ പോലുള്ള പ്രാദേശിക നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും അത് തിരുത്താൻ പാർട്ടി കേന്ദ്രങ്ങൾ തയ്യാറായില്ല. VS-ന്റെ പാരമ്പര്യം തുടച്ചു നീക്കാനുള്ള പിണറായി ഗോവിന്ദൻ അച്യുതണ്ടിന്റെ നീക്കം മലമ്പുഴയിലെയും പാലക്കാട്ടെയും ചൂപ്പൻ കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കി. കോടിയേരിയുടെ നയതന്ത്രവും കരുതലും പാർട്ടിക്ക് നഷ്ടമായപ്പോൾ പകരം വന്നത് പിണറായിസത്തിന്റെ വെറും ധിക്കാരം മാത്രമായിരുന്നു. ആലപ്പുഴയുടെ രാഷ്ട്രീയ മണ്ണിൽ G സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെ അപമാനിച്ച് പുറത്താക്കിയതിന് ജില്ലയിലെ വോട്ടർമാർ നൽകിയ മറുപടിയും നിർണായകമായി. സുധാകരന്റെ സ്വാധീന മേഖലകളിൽ CPM-ന്റെ അടിത്തറ പാടെ ഇളകി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ UDF പെട്ടിയിലായത് സുധാകരനെ പോലെയുള്ള ജനകീയ നേതാക്കളെ ഒതുക്കിയതിലുള്ള അമർഷം മൂലമാണ്. സ്വന്തം പാളയത്തിലെ പടയൊരുക്കം തിരിച്ചറിയാതെ മുന്നോട്ട് പോയ MV ഗോവിന്ദന്റെ തന്ത്രങ്ങളെല്ലാം അമ്പെ പരാജയപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലെനിന്റെ പ്രതിമകൾ വീണതുപോലെ പിണറായി വിജയൻ എന്ന ബിംബം ധർമ്മടം മുതൽ തിരുവനന്തപുരം വരെ തകർന്നടിയുന്ന കാഴ്ചയാണിപ്പോൾ. ജനകീയതയെ അടിച്ചമർത്തി വ്യക്തിപൂജയ്ക്ക് പിന്നാലെ പോയ നേതൃത്വത്തിന് അണികൾ തന്നെ നൽകിയ പ്രഹരം. നേതാക്കളുടെ അന്ത്യയാത്രയിൽ പോലും അനാദരവ് കാട്ടിയവർക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഈ ശിക്ഷ CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി അവശേഷിക്കും. കമ്മ്യൂണിസ്റ്റ് മുക്തമായ പുതിയൊരു കേരള രാഷ്ട്രീയത്തിനാണ് ഇതോടെ തുടക്കമാകുന്നതും.